ഈ പുസ്തകം കൊടകര ഡയറക്ടറി എന്ന പേരിൽ കൊടകരയുടെ ചരിത്രം കുറേയൊക്കെ പകർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം രേഖകൾ വായനശാലകളിൽ സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ പുസ്തകങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ വായനശാലകളിലും വാങ്ങി സൂക്ഷിക്കണം. കൊടകരയുടെ ചരിത്രം പലരും എഴുതിയിട്ടുണ്ടാകാം. എഴുതിയ ചരിത്രങ്ങൾ തമ്മിൽ താരതമ്യം എന്ന ഒരു ചരിത്ര പഠനം അതിനുശേഷം ഉണ്ടാകും. ചരിത്രം എഴുതുന്നത് അതിനൊരു രീതിശാസ്ത്രം ഉണ്ട്. അത് വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങളാണ് എന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആരാണ് ചരിത്രം രചിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന് ലോകസമൂഹം നിരവധി ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പോകുന്നത് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം ആ പ്രദേശത്തിൻ്റെ രൂപഭാവങ്ങൾ മാറ്റിയെടുത്ത് അധ്വാനിക്കുന്ന മനുഷ്യനാണ് നിർമ്മിച്ചത് എന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും നേരെ തിരിച്ചാണ് ചരിത്രത്തെ വിശകലനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചരിത്ര വിശകലന രീതിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് പറയാനുള്ള കാരണം ശ്രീ നാരായണ പിഷാരടിയുടെ വളരെ പ്രസക്തമായ ഈ ഡയറക്ടറി ഇതുപോലെ കൊടകരയുടെ ചരിത്രം എഴുതിയ അല്ലെങ്കിൽ ഇനിയും എഴുതാൻ പോകുന്ന പലരും അത് ഒരു ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ട് എടുക്കും. ഇതൊരു സമീപനം, മറ്റൊരു സമീപനം. അങ്ങനെ കൊടകരയുടെ ചരിത്രം 3, 4, 5 തരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പഠിച്ചുകൊണ്ട് കൊടകരയുടെ ചരിത്രത്തിന് പുതിയൊരു സിന്തസിസ് ഉണ്ടാക്കാൻ ഒരു ശ്രമം പിന്നീട് നടക്കും. അവിടെയെല്ലാം ഇത് നിരവധി ആംഗിളുകളിൽ പഠന വിഷയം. അങ്ങനെയാണ് ലോകത്തിൻ്റെ പല ചരിത്രവും യഥാർത്ഥത്തിൽ വികസിച്ച് വന്നിട്ടുള്ളത്. ചരിത്ര പഠന ഗവേഷണ രീതികളെല്ലാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഏത് പ്രദേശത്തിൻ്റെയും നിരവധി തരത്തിലുള്ള ചരിത്ര പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേത് ശരി തെറ്റ് എന്ന് നമുക്ക് അപേക്ഷിക്കും, ഓരോരുത്തരും വിശ്വസിക്കുന്നതനുസരിച്ച്. എന്നിട്ട് അതെല്ലാം കൂടി വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു പുതിയ ചരിത്ര വീക്ഷണം വളർന്നു വരുന്നത് ലോകത്ത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പഠനത്തിന് വിധേയമാക്കുവാൻ ഇതും ഉപകരിക്കും എന്ന് ഞാൻ കരുതുക. അതുകൊണ്ട് തന്നെ നമ്മുടെ വായനശാലകളിൽ എല്ലാം എത്തിക്കുവാനും ഒരു ശ്രമം നടത്തേണ്ടതാണ്. ഇവിടെ എല്ലാ മേഖലയും സ്പർശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട വിശദീകരണങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പരിധിവരെ പൂർണ്ണത കൈവന്നിട്ടുണ്ട് ചരിത്രം എന്ന രീതിയിൽ. ചരിത്രത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. വേരില്ലാത്ത വൃക്ഷം പോലെയാണ് ചരിത്രബോധമില്ലാത്ത മനുഷ്യൻ. ചരിത്രത്തിൽ നിന്ന് ഊർജം കൊണ്ടാണ് എന്തും വളർന്നു വരുന്നത്. ചരിത്രത്തിൽ നിന്നും ഊർജം മാത്രമല്ല എല്ലാം ആവാഹിച്ചെടുത്തുകൊണ്ടാണ് എന്തും വളർന്നു വരുന്നത്. വേരിൽ നിന്നും എല്ലാം വലിച്ചെടുത്ത് ചെടി വളരുന്നത് പോലെ ആ വേരില്ലാത്ത വൃക്ഷം പോലെയാണ് ചരിത്രബോധമില്ലാത്ത മനുഷ്യൻ. ആ കെട്ടിടം തന്നെ അല്ല ആ മരം തന്നെ പച്ചപ്പില്ലാതായി പോയാലും വേര് പൂർണ്ണതയോട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും കിളിർത്തു വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രദേശത്തിൻ്റെ ചരിത്രബോധം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകം റീപ്രിന്റ് ചെയ്യുമ്പോൾ കൂടുതൽ വായനക്കാരുണ്ടാവും. വായനശാലകളിൽ എത്തിക്കുമ്പോൾ ശ്രീ പിഷാരടി ഇത്രയും 13 പുസ്തകം ഒരുപാട് ശ്രമം നടത്തി ഒരു പുസ്തകം പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ എഫർട്ടുണ്ട്. അതിനെ എത്ര അടങ്ങുന്ന വെച്ചാലും മതിയാവില്ല. പക്ഷേ അങ്ങനെയുള്ള പുസ്തകത്തിൽ നമ്മൾ ക്രിട്ടിക്കലായിട്ട് അതിന് ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് കൂടുതൽ നന്നായി റീപ്രിന്റ് ചെയ്യപ്പെടുക. എന്ന പുസ്തകങ്ങൾ ലോകത്തിൽ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ. ഇതിൽ ചില റീഅറേഞ്ച്മെന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് വെറുതെ എനിക്ക് വായിച്ചപ്പോൾ തോന്നുന്നു. ഇപ്പം അദ്ദേഹം എഴുതിയിട്ടുണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിലെ തിരുവള്ളക്കാവ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സമീപനം, പുതിയ ടെക്നോളജിയോട് ഉപയോഗിച്ചിരിക്കുകയാണ്.
ഇരുവള്ളക്കാവ്. അതിൽ കൊടകര ഹൈസ്കൂളിൻ്റെ സ്ഥാപനത്തിൻ്റെ കഥ, കൊടകര ഡോൺ ബോസ്കോ ഹൈസ്കൂള്, പിന്നെ സരസ്വതി വിദ്യാനികേതൻ, പിന്നെ കൊടകര GLP സ്കൂള്, പിന്നെ സഹൃദയ കോളേജ് എഞ്ചിനീയറിംഗ്, പിന്നെ പേരാമ്പ്ര പള്ളിക്ക് കീഴിലെ സെന്റ് ആന്റണീസ് സ്കൂള്. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അത് വന്നിട്ടുണ്ട്. നല്ലതാണ്. ഇത് ഒന്ന് റിയറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടകരയുടെ ചരിത്രത്തിൻ്റെ റെവല്യൂഷനായിട്ട് നമുക്ക് കാണാം. ഈ സ്കൂളുകൾ പണ്ട് സ്കൂളുകൾ ഇല്ലാതിരുന്ന കാലത്തെ കൊടകരയുടെ സംസ്കാരം അത് പൊതുവിദ്യാലയമായി മാറിയപ്പോൾ കൊടകരയുടെ സംസ്കാരത്തിൽ കൊണ്ട് മാറ്റം, അത് പിന്നീട് സരസ്വതി വിദ്യാനികേതൻ, സ്വാശ്രയ കോളേജ് പോലെയുള്ള എയ്ഡഡ് അല്ലാത്ത അൺഎയ്ഡഡ് സ്ഥാപനങ്ങളായിട്ട് മാറി വന്നപ്പോൾ കൊടകരയുടെ സംസ്കാരത്തിനുണ്ടായ മാറ്റം. ഇപ്പൊ ചരിത്രത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി മാറി വരുന്നതും ആ ചരിത്രത്തിൽ സ്ഥാപനങ്ങളുടെ രീതി മാറി വരുമ്പോൾ ആ പ്രദേശത്തിന്റെ സംസ്കാരം മാറി മാറി വരുന്നതും ബന്ധിപ്പിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള ചരിത്ര പഠനത്തിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുക. റാൻഡമായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകളും കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിൽ അതാ എവല്യൂഷന്റെ രീതി അനുസരിച്ചും അതിൻ്റെ ആ ക്രോണോളജി അനുസരിച്ചും നമ്മൾ ചെയ്യുമ്പോൾ അത് ചരിത്രവുമായിട്ട് നമുക്ക് പ്രദേശത്തിന്റെ ചരിത്രമായിട്ട് ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. അത് സാംസ്കാരിക മാറ്റത്തിന്റെ ലക്ഷണമായിട്ട് അതിൽ നിന്നും നമുക്ക് രചിച്ച് പലരും എടുക്കാൻ കഴിയും.